അതെ, അറിഞ്ഞോ? നമ്മുടെ കൊളംബസിലെ വേഫെയറിന്റെ ഷോറൂം തുറന്നിട്ടുണ്ട്. എവിടെയാന്നല്ലേ? പൊളാരിസിലെ കോസ്കോയുടെ അടുത്ത് തന്നെ. നമുക്കകത്ത് കയറി ഒന്ന് നോക്കാം. ഇതവരുടെ പരസ്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ ഇടയ്ക്കാണ് നമ്മുടെ ബാക്ക് യാർഡിൽ പാറ്റിയോ ഫിനിഷ് ചെയ്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫർണിഷിങ് നോക്കാനായിട്ട് എന്തായാലും വേഫെയറിൻ്റെ ഓൺലൈൻ സൈറ്റിലാണ് നോക്കണേ. അപ്പോൾ പിന്നെ നേരെ പോയി കടയിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പാറ്റിയോ ഫർണിച്ചർ നോക്കാനാണ് വന്നതെങ്കിലും കടയ്ക്കകത്ത് കയറിയപ്പോൾ ഞാനതൊക്കെ മറന്ന് ആന കരിമ്പിൻ കാട്ടി കയറിയ പോലെ തെക്ക് വടക്ക് നടക്കുമായിരുന്നു. നിങ്ങളങ്ങനെയാണോ? കണ്ടുകൊണ്ട് നടക്കാനാണെങ്കിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലെ ഡിന്നർ വെയർ സെറ്റ്സ് ഉണ്ട്. പിന്നെ കിച്ചണിൽ പെരുമാറാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് നമ്മൾ ഐക്കയിലൊക്കെ കയറുമ്പോൾ കാണില്ലേ, അതുപോലെ. ഐക്കയുടെ അത്രയും വലിപ്പം ഇല്ല കേട്ടോ ഇതിന്. ഞങ്ങൾ വിചാരിച്ച അത്രയൊരു ഞങ്ങൾ കുറച്ചുകൂടെ വലിയ ഷോറൂമാണ് പ്രതീക്ഷിച്ച് പോയത്. അത്ര ആയിട്ടില്ല, തുടക്കം ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ കാണുന്നതൊരു ബഫേ ക്യാബിനറ്റാണ്. കുറച്ച് ഷെൽഫ്സും അഡ്ജസ്റ്റബിൾ ഷെൽഫ്സൊക്കെ ഉള്ളൊരു ക്യാബിനറ്റ്. എനിക്കതിൻ്റെ ആ കളറും അതിൻ്റെ കാർവിങ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കൊത്തുപണിയുടെ അതിൻ്റെ അത്രയൊന്നും വരില്ല. പക്ഷേ ആ ഒരു കൈൻഡ് ഓഫ് ലുക്കൊക്കെ ഉള്ളൊരു ടേബിൾ എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കി നോക്കി നമ്മൾ അവസാനം പാറ്റിയോ ഫർണിച്ചേഴ്സിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ മെയിൻലി നോക്കി വന്നത് ഡൈനിങ് ടേബിൾ സെറ്റാണ്. പക്ഷെ നമുക്ക് വേണ്ട ഒരു ഡയമെൻഷൻസിലൊന്നും അവിടെ സാധനങ്ങൾ കണ്ടില്ല. കൂടുതലും ഈവൻ സോഫ സെറ്റ്സ് ആണെങ്കിലും നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കണ്ട് അതൊക്കെ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളവിടെ പോയത്. പക്ഷേ കുറച്ച് സാധനങ്ങൾ മാത്രമേ പാറ്റിയോ ഫർണിഷിങ്ങിൻ്റെ ഏരിയയിൽ ഞാൻ കണ്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട ഒരു സൈസിലൊന്നും സാധനങ്ങൾ കിട്ടിയതുമില്ല. പക്ഷെ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഒന്ന് ഫുൾ കറങ്ങി ഒന്ന് കണ്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുകളിൽ പോയതാണ്. മുകളിൽ ഇതുപോലെ കുറച്ച് സോഫാസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ ഒത്തിരി നല്ല തിരക്കുണ്ട്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു സ്ഥലം. ഒരു പുതിയ ഷോറൂം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഏരിയയിൽ എന്നെ ഈ വാൾപേപ്പർ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്നറിയോ? നമ്മുടെ സവ്യസാചി
ഫോട്ടോഷൂട്ട്സിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു കുറച്ച് വാൾപേപ്പേഴ്സൊക്കെ കാണാറില്ലേ? അതാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ കട മുഴുവൻ നിരങ്ങി. പക്ഷെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് വേഫെയറിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഐറ്റംസും അവിടെ കണ്ടില്ല നേരെ പോയപ്പം. പുതിയ ഷോറൂം ആയതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവസാനം ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പോയ സ്ഥിതിക്ക് എല്ലാം കണ്ട് വീഡിയോസൊക്കെ എടുത്ത് സന്തോഷമായിട്ട് മടങ്ങി. അയ്യോ, ഇത് വേഫെയറിലെ ഐറ്റം അല്ല കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ കയറിയതാണ് അടുത്ത കടയിൽ.